ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് പോകുന്നത് ഒരു പേര് വിളിക്കാൻ കേട്ടോ. ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലജിത്തിൻ്റെ കുഞ്ഞിൻ്റെ പേര് വിളിയാണ്, മോനാണ്. അപ്പം മോൻ്റെ പേര് വിളിക്ക് പോവാണേ. അപ്പം ഇക്കാൻഷ് എന്നാണ് പേര്. ഇവരെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഹൈദരാബാദ് ഉണ്ടായിരുന്നപ്പം ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി പോലെയായിരുന്നു. ഇവർ മാത്രമല്ല, അങ്ങനെ 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫാമിലി പോലെ കഴിഞ്ഞതാണ്. ഒരുമിച്ച് ഫുഡ് കഴിക്കുക, വൈകുന്നേരം ഒത്തുകൂടുക, പിന്നെ പാൽ വാങ്ങാൻ ഒരുമിച്ച് പോവുക. ഞങ്ങൾ കുറച്ച് ഗ്യാങ് ഉണ്ട്, അങ്ങനെ പാൽ വാങ്ങാൻ ഒരുമിച്ച് പോവുക. അങ്ങനെ അങ്ങനെ ഈ പട്ടാളത്തിലെ ക്വാർട്ടേഴ്സിൽ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ അവരൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ബന്ധുക്കളായാലും, അങ്ങനെ ആരും അടുത്തില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പിനൊക്കെ ഓടി എത്തുക. അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രണ്ട്സിനെ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ്. 10-15 വർഷം മുൻപ് ഞാൻ ഫസ്റ്റ് ഏട്ടൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് മോൾ 6 മാസം ഉള്ളപ്പോഴാണ് പോയത്. അപ്പം തൊട്ടുള്ള കൂട്ടുകാർ ഇപ്പോഴും ഉണ്ട്. അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത്രക്കും നല്ല നല്ല ഫ്രണ്ട്സിനെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിലൊരു ഫ്രണ്ട്സാണ് ഇവർ, ശ്രീജ ചേച്ചിയും ഗിരീഷ് സാബും. പിന്നെ ഹിന്ദിക്കാരായാലും ഉണ്ട് കേട്ടോ, മലയാളീസ് മാത്രമല്ല, ഹിന്ദി, തമിഴ്, തെലുങ്ക് അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ട്. എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. എല്ലാവരുമായിട്ട് കോൺടാക്റ്റും ഉണ്ട്. അതെനിക്ക് ഏറ്റവും നല്ലൊരു ഭാഗ്യമാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ മാമാനത്ത് പോയി. അക്ഷയുടെ വീട് ഇരിക്കൂർ മാമാൻ തമ്മിലിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. പിന്നെ മാമാനത്തൊന്ന് ജസ്റ്റ് കയറി. പക്ഷെ നട അടുത്തിരുന്നതുകൊണ്ട് മുകളിലൊന്നും പോകാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ എൻ്റെ കയ്യിലേക്ക് ഏട്ടൻ സ്റ്റിയറിങ് തന്നു. എന്നോട് പറഞ്ഞ് വണ്ടി എടുത്തേ പറ്റൂ. ഞാൻ വണ്ടി എടുക്കാറുണ്ട്, ലൈസൻസ് ഒക്കെ ഉണ്ട്. ലൈസൻസ് 2012 എടുത്തതാണ്. പക്ഷെ എനിക്ക് എന്തോ ഒരു പേടിയാണ്. ഏട്ടൻ കൂടെ ഇരിക്കുമ്പോൾ മാത്രമേ ഞാൻ വണ്ടി എടുക്കാറുള്ളൂ. പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇന്നോവ ഞാൻ ഓടിക്കുമെന്ന്. അപ്പം അത്രക്കും പേടിയായിരുന്നു. വലിയ വണ്ടി, ചെറിയ വണ്ടിയൊക്കെ പിന്നെ എടുക്കും, പക്ഷെ വലിയ വണ്ടി ഞാൻ ആദ്യമായിട്ട് ഓടിക്കാനേ. ഇത് ആദ്യമായിട്ടല്ല, ഇതിന് മുൻപ് ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് ഇത്രയും കോൺഫിഡൻസിൽ സാരിയൊക്കെ എടുത്തിട്ട് എടുത്തത്. എനിക്ക് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്മൂത്തായിട്ട് ഞാൻ എടുത്ത്. അതിലെനിക്ക് ഭയങ്കര പ്രൗഡുണ്ട്. അപ്പം പക്ഷേ ഒറ്റയ്ക്കും അങ്ങ് പോവാനോ എടുത്തിട്ട് ഏട്ടനില്ലാത്തപ്പോഴൊന്നും ഞാൻ പോകാറില്ല. ഞാൻ മാക്സിമം ബസ്സിലും നടന്നിട്ടൊക്കെ പോകില്ല. അപ്പോൾ എന്നോട് എല്ലാവരും പറയും, വീട്ടിൽ വണ്ടി വെച്ചിട്ട് എന്തേ വണ്ടി എടുക്കാത്തതെന്ന് പറയും. പക്ഷേ ഏട്ടൻ അടുത്തില്ലാണ്ട് ഞാൻ വണ്ടി എടുക്കാറേ ഇല്ല. എനിക്ക് എന്തോ ഭയങ്കര പേടിയാണ്. പക്ഷേ 2 വീലർ എടുക്കും കേട്ടോ. 2 വീലർ ഉള്ളതുകൊണ്ട് പിന്നെ എങ്ങനെ പോകുന്നു, അത്ര തന്നെ. അപ്പം ഏട്ടനില്ലാണ്ട് ഞാനും പറഞ്ഞു, ഒന്നാമത് വലിയ വണ്ടി ഞങ്ങളുടെ മുറ്റത്തു നിന്നൊക്കെ ഇറക്കാൻ കുറച്ച് പ്രയാസമാണ്. എങ്കിലും ഇത്രയെങ്കിലും എടുത്തല്ലോ, അതെൻ്റെ ഭാഗ്യം. പിന്നെ പോകെ നമുക്ക് നോക്കാമല്ലേ. അപ്പം എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എപ്പോഴും പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കമൻസിലൂടെ തന്നെ ഇട്ടോളൂ. അപ്പോൾ ഓക്കെ, ബായ്.